മാർട്ടിനും ലീനയും അനാഥരായിട്ടും പ്രണയിച്ചു വിവാഹം കഴിച്ച ഒരു സാധാരണ ദമ്പതികളാണ്. വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും ചെറിയ ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ചാണ് ഇവർ ജീവിക്കുന്നത്. ലീനയെ സന്തോഷിപ്പിക്കലാണ് മാർട്ടിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരു ദിവസം അവൾക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ് കൊടുക്കാനായി ഒരു സുഹൃത്തിന്റെ ഐഡിയ പ്രകാരം ലീന അറിയാതെ അവളുടെ ഫോണിൽ ഒരു ഹിഡൻ ക്യാമറ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഉദ്ദേശം ഒന്നു മാത്രം, അവളുടെ ക്യൂട്ട് മൊമെന്റ്സ് റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ സർപ്രൈസ് കൊടുക്കുക എന്നതാണ്. ആദ്യമെല്ലാം നോർമലായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലീന അടുക്കളയിൽ ജോലികൾ ചെയ്യുന്നു, ചിരിക്കുന്നു, സാധാരണ ജീവിതം. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാർട്ടിൻ കാണുന്ന കാഴ്ച അവനെ അലട്ടാൻ തുടങ്ങുന്നു. അവന്റെ അഭാവത്തിൽ വീട്ടിലേക്ക് ഒരു അന്യൻ വരുന്നു. ലീന അവനോട് ചിരിച്ച് സംസാരിക്കുന്നു. ഓഡിയോ ഇല്ലെങ്കിലും അവരുടെ അടുത്തിടപെടൽ മാർട്ടിനുള്ളിൽ സംശയം വളർത്തുന്നു. ഓഡിയോ ആക്സസ് ഓൺ ചെയ്തപ്പോൾ കേൾക്കുന്ന വാക്കുകൾ അവനെ ആകെ നടുക്കി കളയുന്നു. നിന്റെ ഭർത്താവിനെ കൊല്ലണം, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊന്നാ മതി എന്ന് പറയുന്നു. മാർട്ടിൻ ആകെ തളർന്നു പോകുന്നു. എല്ലാം അന്വേഷിച്ചപ്പോൾ സത്യം പതുക്കെ പുറത്തു വരുന്നു. ലീനയ്ക്ക് മറ്റൊരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ ഒരു ബ്ലാക്ക് മെയിലിന്റെ ഇരയായിരുന്നു. മോർഫ് ചെയ്ത ഒരു വീഡിയോ ഉപയോഗിച്ച് റെഡ്ഡി എന്ന ബിസിനസ്സുകാരൻ അവളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഭർത്താവിനെ രക്ഷിക്കാനായി അവൾ ഒറ്റയ്ക്കെല്ലാം സഹിച്ചു. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു. ഒരു കൊലപാതകം സംഭവിക്കുന്നു. എല്ലാ തെളിവുകളും മാർട്ടിന്റെ മേൽ ചുമത്തപ്പെടുന്നു. മാർട്ടിൻ ജയിലിലേക്ക് അങ്ങനെ പോകുന്നു. അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ലീന എന്നത് മാർട്ടിന്റെ ഭാര്യയല്ല, അവൾ റെഡ്ഡിയുടെ മകളാണ്. 25 വർഷമായി പ്ലാൻ ചെയ്ത ഒരു വൻ ചതിയായിരുന്നു എല്ലാം. മാർട്ടിന്റെ 3000 ഏക്കർ സ്വത്ത് കൈവശപ്പെടുത്താൻ അവന്റെ ജീവിതം തന്നെ കളിപ്പാവയായി ഉപയോഗിച്ചു. സ്നേഹം, വിവാഹം, വിശ്വാസം എല്ലാം അഭിനയമായിരുന്നു. അവസാനം ലീന ലോകം ചുറ്റി സഞ്ചരിക്കുമ്പോൾ അവളുടെ ബൈക്കിൽ ഒരു ഫോൺ റിംഗ് ചെയ്യുന്നു. അപ്പുറത്ത് നിന്ന് ഒരു ശബ്ദം, ലീന, ഞാൻ മാർട്ടിൻ. ഇനി ഓരോ നിമിഷവും നീ പേടിച്ചാണ് ജീവിക്കേണ്ടത്. ഞാൻ തിരിച്ചു വരുന്നു എന്ന് മാർട്ടിൻ പറയുന്നു.